പ്രണവേ ഇത് കണ്ടോ, നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി വെറുതെ ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കുക. എന്താ പ്രണവേ കാണിക്കുന്നേ? ഇവിടുത്തെ ഇഷ്യൂ തുടക്കം മുതൽ ഞാൻ കണ്ടും കേട്ടോണ്ട് നിൽക്കുമായിരുന്നു. ഈ തുണികളും എടുത്തോണ്ട് വിരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേ ഞാൻ വിലക്കിയതാ. ഇവിടെ അത് കേട്ടില്ല. ഞാൻ പറഞ്ഞ അതേ കാര്യം ഇവിടെ ഏട്ടത്തിയും പറഞ്ഞു. സ്നേഹത്തോടെ ഒരാൾ എന്തെങ്കിലും പറയുമ്പോ അയാളെ കുറ്റപ്പെടുത്തി ആക്ഷേപിക്കുകയാണോ വേണ്ടത്? നല്ല അടിയുടെ കുറവല്ലേ അപ്പൊ ഇവക്ക്? പ്രണവേ നീ ഒന്ന് അടങ്ങ്. ഈ സമയത്ത് തല്ലുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാ, പാപമാണ്, അതറിയോ? അപ്പോഴത്തെ ദേഷ്യത്തിന് അന്ന് ഞാൻ തല്ലിയതിന് പോലും ഇപ്പൊ ഇവളോട് ക്ഷമ ചോദിച്ചതേ ഉള്ളൂ. ഒന്നും വേണ്ട പ്രണവേ, ഒന്നും ചെയ്യരുത് ഇവളെ. പ്രഗ്നന്റ് ആയ ഒരു പെണ്ണാണ് ശിവാനി. അതിനിവള് പ്രഗ്നന്റ് ആണെങ്കിലല്ലേ? ഇവളുടെ വയറ്റില് കുഞ്ഞൊന്നുമില്ല. എന്തോടെ നീ പറയുന്നത്? പിന്നല്ലാതെ അങ്ങനെ ഒരു ചിന്ത ഇവക്കുണ്ടോ? വയറ്റിലൊരു കുഞ്ഞിനെ ചുമക്കുന്ന പെണ്ണ് പെരുമാറുന്ന രീതിയിലാണോ ഇവള് പെരുമാറുന്നത്? ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ അവള് ചെയ്യുന്നത്. ഏട്ടത്തി പറഞ്ഞിട്ടും അവൾ അനുസരിക്കുന്നുണ്ടോ? എന്താ പ്രണവ് ഇത്? നിധിക്ക് വേണ്ടി പ്രണവ് എന്നെ അടിക്കാൻ കയ്യോങ്ങിയോ? ഇവര് കാണിച്ചതൊക്കെ അങ്ങ് മറന്നോ? പ്രണവ്, നിനക്കിത് എന്താടാ പറ്റിയത്? നിധി ശിവാനി കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല. നിധി കാണിച്ചതൊക്കെ അങ്ങനെയാണല്ലോ. ആന്റി വേണ്ട, കഴിഞ്ഞ കഥകൾ പറഞ്ഞ് ഇനി ആരെ കുറ്റപ്പെടുത്താൻ വേണ്ടി നിൽക്കണ്ട. എനിക്കറിയേണ്ടത് ഏട്ടത്തി ഇപ്പൊ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നത് മാത്രമാണ്. ഏട്ടത്തി ചെയ്തതാണ് ശരി, അത് മാത്രമാണ് ശരി. എടാ, ശിവാനിയെ തല്ലിയന്റെ പേരിൽ ഏട്ടത്തി മാപ്പ് ചോദിക്കുന്നത് ഞാൻ കണ്ടു കേട്ടു. അത് തിരിച്ചറിയാനുള്ള വകതിരിവ് കാണിക്കട്ടെ. എടാ,